ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഈശോ കൂടെ ആയിരുന്നിട്ട് ഈ ദിവസത്തിൽ നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്നലെ കണ്ടു ഒരു യുവാവ് ഈശോയുടെ അടുത്ത് വന്ന് സങ്കടത്തോടു കൂടി തിരിച്ചു പോകുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും പത്രോസ്ലീഹ വലിയ സന്തോഷത്തോടെ ചോദിക്കുകയാണ്, ഞങ്ങൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് നിൻ്റെ പിന്നാലെ വന്നേക്കാൻ ഞങ്ങൾക്ക് എന്നാ കിട്ടും? ഈശോ കുറേ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയാണ് അവിടെ, ഉപേക്ഷിക്കുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്. പക്ഷെ അവസാനം ഈശോ ഒരു സൂചന, അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി അവരോട് ചേർത്ത് വയ്ക്കുകയാണ്. അത് ഇപ്രകാരമാണ്. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 31-ാം തിരുവചനം. എന്നാൽ മുൻപന്മാരിൽ പലരും പിൻപന്മാരും, പിൻപന്മാരിൽ പലരും മുമ്പന്മാരും ആവും. പത്രോസ് വളരെ തീക്ഷ്ണതയോടുകൂടി ചോദിക്കുക, ഞങ്ങൾക്ക് എന്നാ കിട്ടും? അവന് തീക്ഷ്ണത കണ്ടിട്ട് തന്നെ ഈശോ പറയുക, അവസാനം വരെ ഈ തീക്ഷ്ണത നിൽക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മുമ്പന്മാർ പിമ്പന്മാരാകാം, പിമ്പന്മാർ മുമ്പന്മാരാകാം. നീ നിൻ്റെ ജീവിതത്തെ ശ്രദ്ധിച്ചാൽ നീ എപ്പോഴും മുമ്പിലായിരിക്കും. നിനക്ക് താല്പര്യം ഉണ്ടായി, ഒരു കാലത്തൊരു താല്പര്യം ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല. നിലനിൽക്കുന്ന താല്പര്യവും നിലനിൽക്കുന്ന പരിശ്രമം ഉണ്ടെങ്കിൽ നീ എപ്പോഴും ഫ്രണ്ടിലായിരിക്കും. സ്വർഗരാജ്യം നിനക്കായിരിക്കും. നീ എപ്പോഴും ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഒരു നിശ്ചിത സമയത്തേക്കല്ല, നിലനിൽക്കുന്ന താല്പര്യവും ചൈതന്യവും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചെന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ മധ്യയുള്ള നിൻ്റെ സാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. ഈശോയെ, എപ്പോഴും നിന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, ജീവിതത്തിൻ്റെ അന്ത്യത്തോളം അതിൽ നിലനിൽക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. നിൻ്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെട്ടെ. സകലവിധ നന്മകൾ കൊണ്ട് ഈ വ്യക്തിയെ നിറയ്ക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ, ആരാധനയ്ക്കു യോഗ്യൻ നീ. ഹല്ലേലൂയ, മരണത്തെ ജയിച്ചവനെ ഇൻ ചെങ്കലകൾ തകർത്തു. ഈശോവിൻ നാമത്തിൽ രക്ഷ, ഈശോ